Start. Action. No cut. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ ഉയരുന്ന കത്രികയുടെ സ്ഥാനം ചവറ്റുകുട്ടയിലാണെന്ന സന്ദേശം നൽകിയായിരുന്നു പ്രതിഷേധം. ഫെഫ്ക, അമ്മ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ റീജിയണൽ ഓഫീസിന് മുൻപിലാണ് ചലച്ചിത്ര പ്രവർത്തകർ പ്രതിഷേധമുയർത്തിയത്. സെൻസർ ബോർഡിന്റെ നടപടി ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് സംഘടനകൾ വ്യക്തമാക്കി. ഞങ്ങളിതിനെ കേന്ദ്രമന്ത്രിയുടെ സിനിമയായിട്ട് കാണുന്നില്ല. ഈ സിനിമ ആത്യന്തികമായിട്ട് ഒരു നിർമ്മാതാവിൻ്റെയും അത് എഴുതിയ ആളുടെയും സംവിധാനം ചെയ്ത ആളുടെയുമാണ്. അദ്ദേഹം ഒരു അഭിനേതാവ് മാത്രമാണ്. ഞങ്ങളുടെ ഒരു പ്രശ്നമായി ഇതിനെ കാണുന്നു, നിർമ്മാതാക്കളുടെ പ്രശ്നമായി കാണുന്നു. ഭരണകൂടത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചില ഉദ്യോഗസ്ഥർ കാണിക്കുന്ന നിലപാടുകളെ അംഗീകരിക്കാനാകില്ലെന്ന് ജയൻ ചേർത്തല. ഒരു കഥാപാത്രത്തിന് ഇടുന്ന പേരിന് പോലും പൗരാണിക കഥാപാത്രങ്ങളുമായിട്ട് സാമ്യം വന്നു കഴിഞ്ഞാൽ അതിനെ നേരെ ചൊവ്വെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലോട്ടുള്ള കൈകടത്തിലാണ്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. ഒരു കേന്ദ്രമന്ത്രിയുടെ സിനിമയ്ക്കെതിരെയാണ് ഇപ്പോൾ സെൻസർ ബോർഡ് നിൽക്കുന്നതെന്നും കേന്ദ്രമന്ത്രിയുടേതായാലും അല്ലെങ്കിലും എല്ലാവരും സമരം നടത്തിയേനെ എന്നും നടി അൻസിബ. ഞാനിവിടെ പറയുന്നു, കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ആരുടെ സിനിമയായിരുന്നെങ്കിലും ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നേനെ. ഇപ്പൊ ഈ നടത്തുന്ന ഈ സമരം ഞങ്ങൾ എല്ലാവരും നടത്തിയേനെ. സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്നായതാണ് സെൻസർ ബോർഡ് പ്രദർശനാനുമതി തടയുന്നതിന് കാരണമായത്. അതിനാൽ ജാനകി, സീത തുടങ്ങിയ പേരുകളുമായി മുൻകാലങ്ങളിൽ ഇറങ്ങിയ സിനിമകളുടെ പോസ്റ്ററുകളും സമരവേദിയിൽ പ്രദർശിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.